സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ഡീസൽ വേരിയന്റ്. ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ വണ്ടിയാണ് 16 ഡിഫോഗർ, മൊട്ടമാടി, സൺറൂഫ് അടക്കം വരുന്ന എല്ലാ കാര്യങ്ങളുള്ള വണ്ടി എല്ലാം വരുന്നുണ്ട്. 2015 ഒരു 20-25 വരെ മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത്യാവശ്യം മൈലേജും ഉണ്ട്. നിലവിൽ ബോഡി മെല്ലായിട്ടൊന്നും നിലവിൽ പെൻഡിങ് വർക്കുകളോ നിലവിൽ എഞ്ചിൻ വർക്കുകളോ എഞ്ചിൻ പെൻഡിങ് വർക്കുകളോ ഒന്നും നിലവിലില്ല. 13 ഡീസലാണ്. ഇതും അമേസിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ 20 അബോവ് മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. മെയിൻ്റെനൻസും കുറവാണ്. ഒരു ക്ലെയിമും അല്ല, മേജർ ക്ലെയിമുകളൊന്നുമില്ല. അത് നമ്മളിത് ഓട്ടോമാറ്റിക്കലി നമ്മളായിട്ട് ഫസ്റ്റ് ഉപയോഗിക്കുന്ന ആൾക്ക് മാനുവൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതെ, അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഓട്ടോമാറ്റിക് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ MT ഓട്ടോസിലേക്ക് കുറച്ച് നാളുകൾ കഴിഞ്ഞ് വീണ്ടും വന്നിരിക്കുകയാണ്. സഫോനെ സ്വാഗതം. സഫോനാണ് നമ്മുടെ കൂടെ. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്രമാണ്. വള്ളോമ്പ്രത്തിന്റെ മോങ്ങത്തിന്റെ ഇടയിലായിട്ട് നേർബായിട്ട് തന്നെ പറമ്പാണ് ഇന്റർലോക്കിന്റെ കമ്പനി ഉണ്ട്. അതേമാതിരി സജ്ജാദ് ക്ലിനിക്കും ഉണ്ട് അടുത്തായിട്ട് തന്നെ. ഓക്കെ, അതിന് ഓക്കെ, പറമ്പാടി ഇന്റർലോക്ക് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. MT ഓട്ടോസ് ഇവരുടെ 2 ഷോറൂം ആയിട്ടുണ്ട്. ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് ഓപ്പോസിറ്റ്. അതെ, നമുക്ക് ഇപ്പല്ല 2 ഭാഗത്തുണ്ടായോണ്ട് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും എടുക്കാൻ വന്നിട്ട് കോഴിക്കോട് പാലക്കാട് റൂട്ടിലാണ് വള്ളംപുരത്തിന്റെ മോങ്ങത്തിന്റെ ഇടയ്ക്ക്. ഓക്കെ, കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതായത് ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് വാഹനങ്ങളായിരിക്കും കൂടുതൽ. എത്ര മാക്സിമം വരെയുള്ള നമ്മളെ ഇന്നത്തെ കാണിക്കുന്ന മാക്സിമം ഒരു 6 ലക്ഷം വരെ നമ്മൾ ഇന്നത്തെ മാക്സിമം ബഡ്ജറ്റ് വരുന്നത്. അതിൽ തന്നെ ഡീസൽ സിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡീസൽ സിറ്റി ഉണ്ട്, പെട്രോൾ അമേസ് ഉണ്ട്, ഡീസൽ അമേസ് ഉണ്ട്, സിയാസ്, ഓട്ടോമാറ്റിക് ഏകദേശം 2-3 വണ്ടികൾ നമ്മൾ കാണിക്കുന്നുണ്ട്. ചെറുവണ്ടിയുടെ സിയാസ് അല്ല, സെലേറിയോ, അതേപോലെ ബലീനോ ഓട്ടോമാറ്റിക് എല്ലാം കാണിക്കുന്നത്. അപ്പൊ ഷോറൂമിൽ കുറച്ച് റീനോവേഷൻ നടത്തിയിട്ടുണ്ട്. വർക്കുകളുണ്ടായിരുന്നു, കുറച്ചുകൂടി വർക്കുകൾ ബാക്കിയുണ്ട്. അതാണ് കുറച്ച് എടുക്കാൻ ഗ്യാപ്പായി പോയത്, അല്ലെങ്കിൽ കറക്റ്റ് മാസം എടുക്കുന്നതായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്ന് ചെയ്യാം, കാരണം സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മളൊന്നും പിന്നെ മുന്നോട്ട് പോകുന്ന കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ വീഡിയോയിലേക്ക് വേണം. ആദ്യം ഈ അമേസിൽ തുടങ്ങാം. KL4 ആലപ്പുഴ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതേതാ മോഡൽ? 2019 വണ്ടി, അതും 20 രജിസ്റ്റർ വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ഡീസൽ വേരിയന്റ്. അപ്പൊ ഷേപ്പ് മാറ്റിയിട്ടുണ്ട്. ഷേപ്പ് പറഞ്ഞാൽ ഇതിന് ഷേപ്പ് മാറ്റാൻ പണികളൊന്നുമില്ല, നേരെ ചേർത്തൊരു ബമ്പർ ഫിറ്റ് ചെയ്യുക, അത്ര മാത്രമേ പണികളുള്ളൂ. ഇങ്ങനെയല്ല, ഫ്ലാറ്റ് ആയിട്ടാ വരിക. ഇത് ഏകദേശം 22-23 റേഞ്ചിൽ വരുന്ന വണ്ടിയുടെ ഫ്രണ്ട് ആണ്. അതൊന്നുമില്ല, നേരെ ഈ ബമ്പർ എടുത്ത് മാറ്റി ചെയ്യുക, അത്രേ ഉള്ളൂ, വേറെ പണികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ മാറി, ഇപ്പൊ മൊത്തത്തിൽ മാറി, ഫുള്ള് വലിയ ഗ്രില്ല വരുന്നത് ഇപ്പത്. ഓക്കെ, 19 മോഡൽ 20 രജിസ്റ്ററിന് ഡീസൽ വേരിയന്റ് ആണ്. ഏകദേശം 24 ലെവൽ വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. നിങ്ങൾ പേഴ്സണലി ഡീസൽ ഞാൻ അമേസ് ഉപയോഗിക്കാം, അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് പറയാൻ കഴിയുന്നത്. പേഴ്സണലി ഉപയോഗിക്കുന്ന ആളാണ് ഡീസൽ. ഇതിന്റെ വണ്ടി ഏകദേശം 3 വർഷം കൊണ്ട് 80,000 കിലോമീറ്റർ മേലെ ഓടി. ഓക്കെ, അതെ, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കെ, വേറെ എല്ലാം പ്രോപ്പർ സർവീസ് ആണ്, എല്ലാം കമ്പനി സർവീസ് ആണ്. നിലവിൽ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ടയർ ആണെങ്കിൽ ഒരു ഫുൾ ടക്കട്ട ടയർ ഉണ്ട്, ബാക്ക് ഒരു ചെറിയൊരു കമ്മിയാണ്, അത്രേ ഉള്ളൂ, വലിയൊരു കമ്മിയില്ല. പിന്നെ മോമോടെ നല്ല അലവിലാണ് വണ്ടി കയറ്റിയിട്ടുള്ളത്. ഓപ്ഷൻ വരുന്നത് എസ് വേരിയന്റ്. എസ് ആകുമ്പോൾ എയർ ബാഗ് ഉണ്ടാവും, മിറർ ഫോൾഡിങ്, സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ബേസിക് വേണ്ടി എല്ലാ കാര്യങ്ങളും വണ്ടിക്ക് വരുന്നുണ്ട്. ഫോൾഡിംഗ് എല്ലാം വരും, പക്ഷേ അഡീഷണലി അലോയ്സ് ചെയ്തിട്ടുണ്ട്. അതെ, അഡീഷണൽ നല്ലൊരു സീറ്റ് കവറും ചെയ്തിട്ടുണ്ട്. ഓക്കെ, മൊത്തത്തില് നല്ലൊരു ഗെറ്റപ്പിലുണ്ട് വണ്ടി. ഇത് വേറെ ആക്സിഡന്റ് ആയിട്ട് മാറി. മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, ടോട്ടൽ ലോസ്, ചേസ് ബെൻഡ്, അപ്രോണ്, അങ്ങനത്തെ എന്തെങ്കിലും വിഷയം നമുക്ക് വണ്ടി 100% റിട്ടേൺ എടുക്കാവുന്നതാണ്. ഓക്കെ, അതെ, അതിൽ വേറെ ഒന്നും പറയുന്നില്ല. എത്രയുടെ ചോദ്യം ഇപ്പോൾ? ഇത് നമുക്കൊരു 6.4 ലക്ഷത്തിന് നെറ്റ് പ്രൈസോട് കൊടുക്കാം. 6,25,000 രൂപയ്ക്ക് 19 മോഡൽ 20 രജിസ്ട്രേഷൻ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ എസ് ഓപ്ഷൻ അമേസ് അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഗ്രില്ല് ഫ്രണ്ടിൽ മാറി ലുക്കാക്കി വെച്ചൊരു വണ്ടിയാണ്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 11 എത്ര ഉണ്ട്? ഞാൻ എടുക്കുന്ന സമയത്ത് എനിക്ക് വരുന്നത് 12 ലക്ഷത്തിന് ഞാൻ എടുത്ത വണ്ടി. ഏത് കൊല്ലം? അതായത് 21. അപ്പൊ ഇത് 19 അതെ, ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഓക്കെ, എന്തായാലും ഒരു 11.5 ആ റേഞ്ച് എന്തായാലും ഉണ്ടാവും, ഏകദേശം ആ റേഞ്ചിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഇത് മിഡിൽ ഓപ്ഷൻ ആണ്. ഇതിന് നിലവിൽ ഇപ്പൊ ഇൻഷുറൻസ് വരുന്നത് 1 മാസം ബാലൻസ് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കാം. പാർട്ടി വരുമ്പോൾ 1 മാസേ ബാലൻസ് ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. ഒരു ഡീസൽ വണ്ടി, നല്ല മൈലേജ് ഉള്ള വണ്ടി കൊണ്ടുപോകാം അല്ലേ. മാക്സിമം ലോൺ പറഞ്ഞാൽ ഒരു 6 ലക്ഷം വരെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാൻ കഴിയും. ഒരു 25,000 രൂപ മാത്രം കണ്ടു കഴിഞ്ഞാൽ ഇറക്കിക്കൊണ്ട് ഒരു ബൈക്ക് ഉപയോഗിക്കണം, ലാഭത്തോടെ ഉപയോഗിക്കും ചെയ്യാം. തീർച്ചയായും. ഓക്കെ, വീണ്ടും സെയിം കാറ്റഗറി തന്നെ ടൊയോട്ടയുടെ എറ്റിയോസ് KL62 റിയായതോ അല്ല, ഒറിജിനൽ വണ്ടി. റീവണ്ടി നമ്മളൊന്ന് കാണിക്കണമില്ല, നമുക്ക്
മെയിനായിട്ട് നമ്മൾ റീവണ്ടി പർച്ചേസ് ചെയ്യാറില്ല. ഓക്കെ. മെയിനായിട്ട് ക്രിസ്റ്റ മറ്റും വന്നു കഴിഞ്ഞാൽ എടുക്കുന്ന പിന്നെ എക്സ്ചേഞ്ച് വണ്ടികളും അല്ല റീവണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യാറില്ല. ഓക്കെ. ഇത് KL 62 രജിസ്ട്രേഷൻ എറ്റിയോസ് ആണ്, ടൊയോട്ട എറ്റിയോസ് കേരള വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 വണ്ടി, സെക്കൻഡ് ഓപ്ഷനിൽ വരുന്ന GD വണ്ടിയാണ്. GD ആയതുകൊണ്ട് തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന 4 ഡോർ പവറിന്റെ ഒക്കെ വരുന്ന വണ്ടിയാണ്. നിലവിൽ ബോഡി മേലായിട്ടൊന്നും നിലവിൽ പെൻഡിങ് വർക്കുകളോ നിലവിൽ എഞ്ചിൻ വർക്കുകളോ എഞ്ചിൻ പെൻഡിങ് വർക്കുകളോ ഒന്നും നിലവിലില്ല. 13 ഡീസൽ ആണ്. ഇതും അമേസിനെ കൊണ്ടുവരുന്ന പോലെ തന്നെ 20 അബോവ് മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. മെയിൻ്റെനൻസും കുറവാണ്. ഒരു ക്ലെയിമും അല്ല, ക്ലെയിം മേജർ ക്ലെയിമുകളൊന്നും ഇല്ല. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ കിടക്കുന്ന വാഹനമാണ്. GD ആണ് ഓപ്ഷൻ വരുന്നത്. പിന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തതാണ്. കുറച്ച് നിരപ്പുണ്ടായതുകൊണ്ട് ഒറിജിനൽ വേണമെങ്കിൽ പാർട്ടിക്ക് നമ്മൾ എടുത്തിട്ട് ചെയ്ത് കൊടുക്കാം. സാധനം പൊട്ടിയിട്ടൊന്നും മാറിയല്ല, ഒറിജിനൽ 2 കുറച്ച് നിരപ്പുണ്ടായതുകൊണ്ട് മാറ്റി. പക്ഷേ കളറും ഫെയ്ഡ് ആയതുകൊണ്ട് ഇതാ പുതിയ വാങ്ങിയിട്ടിട്ടുണ്ട്. അപ്പോൾ എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? നമുക്കിതൊരു 3.25 ചോദിക്കുന്നത്. ഒരു 3.65 ഒരു 3.5 ലക്ഷത്തിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ. 13 വണ്ടി 3,50,000 രൂപയ്ക്ക് 13 എറ്റിയോസ് GD ഡീസൽ വണ്ടിയാണ്. ഒറിജിനൽ കേരള സെക്കൻഡ് ഓൺഷിപ്പ് വാഹനം. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ലോൺ ഒരു 3 ലക്ഷം വരെ കിട്ടും. ടയോട്ടയുടെ മെയിൻ കുറച്ച് കുറവായിരിക്കും, ഒരു 2.5 to 3 അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. പാർട്ടിയുടെ പ്രൊഫൈലിനനുസരിച്ച് നമുക്ക് മാക്സിമം നോക്കാം. ശരി. അടുത്തതൊരു പെട്രോൾ വണ്ടി, അതും ചെറിയ സെഗ്മെന്റ് ആണ്. അൾട്ടോ 800 KL 33 രജിസ്ട്രേഷൻ ചങ്ങനാശ്ശേരി വണ്ടി. ഇതിൽ വരുന്നത് 2013 വണ്ടി, അല്ല സോറി 18 വണ്ടിയാണ്. VX LXയിൽ വരുന്ന അൾട്ടോ 800. ഓക്കെ. ബേസ് ഓപ്ഷൻ ആയാലും ടോപ്പ് എൻ്റെ ആയാലും 2 ഡോർ പവറിന്റെ ഈ വണ്ടിക്ക് വരുന്നുള്ളൂ. ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ 2018 മോഡലാണ്. 18 മോഡൽ. ഓട്ടോ എത്ര പോയി? 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വണ്ടിയേക്കാളും വലിയൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് വണ്ടിയിലുള്ളത്. ഓക്കെ. വണ്ടിയേക്കാളും അത്യാവശ്യം വലുപ്പമുള്ള സ്റ്റീരിയോ. അപ്പോ വേറെ ക്ലെയിം ഒന്നും മേജർ ക്ലെയിമുകളൊന്നും ഇല്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതിന്റെ ടയേഴ്സ് പുറകിൽ എങ്ങനെയുണ്ട്? അപ്പുറത്ത് ടയേഴ്സ് ഒക്കെയാണ്, നല്ല അടിപൊളി ടയർ. പുതിയ ടയർ ഇവിടെ ഉള്ളത്, അതുകൊണ്ട് ഫ്രണ്ടില് ആവറേജ് ടയേഴ്സ് ആണ്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിളാ? സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന സെക്കൻഡ് ഓണർ 2018 LXi 75,000 70,000. ഓക്കെ. എത്രയാ ചോദ്യം? നമുക്കിത് നെറ്റ് പ്രൈസ് ആയിട്ട് 2.40 നെറ്റ് പ്രൈസ് ചെയ്യാം. ഏകദേശം ഫുൾ എമൗണ്ട് ലോണും ചെയ്യാൻ കഴിയും. ഓക്കെ. 2.40 2018 LXi വരുന്നുണ്ട്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകും ഫുൾ ലോണിൽ ഏകദേശം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് റെഡ് സ്കെയിൽ 68 രജിസ്ട്രേഷൻ. ഇത് ഡീസലാണോ പെട്രോൾ ആണ്? പെട്രോൾ. 2013 വണ്ടി VX വേരിയന്റിൽ വരുന്ന റെഡ്സ്. ഓക്കെ. മിഡിൽ ഓപ്ഷൻ പെട്രോൾ വേരിയന്റ് ആണ്. AC പോർഷറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ RPM മീറ്റർ. അത് ഇതിനെ മാത്രം പ്രത്യേകത ടാക്കോമീറ്റർ റെഡ്സിന് മാത്രമേ കാണാറുള്ളൂ അല്ലേ? റെഡ്സ് LXi ഇല്ല, VXiലും ZXiലും വരുന്നതാണ്. അതായത് സെപ്പറേറ്റ് വെച്ചത്. മറ്റേ നമ്മളെ ഡീറ്റെയിൽ മീറ്ററിൽ ഇപ്പോൾ ഉണ്ട് എല്ലാത്തിലും. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2013 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പിൽ എത്തുന്ന VXi വേരിയന്റ് റെഡ്സ്. 1,30,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് പോയിട്ടുള്ള വണ്ടിയാണ്. മേജർ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഇത് പ്രോപ്പർ സർവീസ് ആണ്, സർവീസ് ഉള്ള വണ്ടിയാണ്. എത്ര ഇതിന്റെ ചോദ്യം എത്ര? ഇത് നമുക്കൊരു 2.25 ലക്ഷത്തിന് ഫൈനൽ ചെയ്യാവുന്നതാണ്. 13 വണ്ടി 2.75 13 VXi ആണ്. ഓക്കെ. കുഴപ്പമില്ല. നല്ല ടയേഴ്സും നല്ല അലോയ്സും എല്ലാം ഉള്ള നല്ലൊരു വണ്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സൈഡ് പ്രൊഫൈലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരു റിഡ്സ് പെട്രോൾ തപ്പുന്നുണ്ടെങ്കിൽ വരാം. എന്തായാലും 12-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. നമ്മൾ ലോക്കലിൽ എത്ര പ്രതീക്ഷിച്ചാൽ മതി? ഹൈവേ 15. ഓക്കെ. ആ റേഞ്ചാ പറയുന്നത്. ഓക്കെ. ചിലപ്പോൾ നമ്മളൊരു ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ മാക്സിമം കിട്ടും ചെയ്യും. അതെ, അത്രേ ഉള്ളൂ. ചിലപ്പോൾ കിട്ടും. ലോൺ കയറും. ലോൺ കയറും. ലോണ് നമ്മൾ പറഞ്ഞ മാതിരി 2.5 ലക്ഷം അല്ലെ 2 to 2.5 ഉള്ളിൽ നമുക്ക് ലോൺ ചെയ്യാൻ കഴിയും. മാക്സിമം ലോണും കിട്ടും. ഓക്കെ. അടുത്തത് സ്വിഫ്റ്റ് ഡിസയർ KL 11 കോഴിക്കോട് വണ്ടി. ഇത് ഡീസൽ പെട്രോൾ. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 വണ്ടി, സിംഗിൾ ഓൺഷിപ്പ് വരുന്ന കോഴിക്കോടൻ വണ്ടി, VXi വണ്ടി. ഇതിന്റെ ഡാഷ്ബോർഡോ മറ്റേ ഡാഷ്ബോർഡ്, സീറ്റ്, മറ്റേ റോഡ് ഒരു പാഡും ഒന്നും പെയ്ഡ് ആയിട്ടില്ല, ഒന്നും സ്ക്രാച്ചും ആയിട്ടില്ല. 2013 നിൽക്കുന്ന സിംഗിൾ ഓൺഷിപ്പ് വരുന്ന VXi വരുന്നുണ്ട്. നീറ്റിൽ കൊണ്ടുപോയി ഇതിനെ കൊണ്ടിട്ട് പാർട്ടിക്ക് മെയിൻ്റെനൻസിന്റെ ഭാഗത്ത് 5,000 മേലൊക്കെ ഒരു പണി ഉണ്ടെന്ന് കാണിച്ചത്. ഞാൻ അതിന്റെ മേലക്കുള്ള പൈസ നമ്മൾ ചെയ്യും. അതാണ് നമ്മളെ ഗ്യാരണ്ടി. ഒരു മെയിൻ്റെനൻസ് നോർമലി വേണ്ട പുഷുകൾ കാര്യമില്ലാതെ 5,000 മേലക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ 5,000 മേലെ വർക്ക് നമ്മൾ കൊടുക്കാം. അത് നമ്മളൊരു ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നുമില്ല, മേജർ ആയിട്ടുള്ള ഒരു സംഭവമില്ല. ടയേഴ്സും ഉണ്ട്, എല്ലാം ഉണ്ട്, ഇന്റീരിയർ സീറ്റ് കവർ എല്ലാം. വണ്ടി ടോട്ടലി വൃത്തിയാ. ഒരു കസ്റ്റമർ കൊണ്ടിട്ട് ഈ ലൈനോ ടയർ ഇനി ഒരു 10,000-15,000 കിലോമീറ്റർ ഓടാനുണ്ട്. ടയേഴ്സ് എല്ലാം ഉണ്ട്, അത്യാവശ്യം. ഈ ബോഡി ലൈനോ ഒന്നും ഒരു പറ്റിയിട്ടില്ല. ഓക്കെ.
VXi അല്ലേ? 13 VXi സിംഗിൾ ഓണർഷിപ്പ് വരുന്നുണ്ട്. നല്ല ഫാൻസി നമ്പർ ഉണ്ട്. സർവീസ് എല്ലാം ബാക്കിയാ? സർവീസ് കമ്പനി ആയിരിക്കും ചെക്ക് ചെയ്തേക്കാം. ഇത്രയും വൃത്തിയുള്ള വണ്ടി ആകുമ്പോൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കസ്റ്റമർ വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ നമ്പർ വെച്ചിട്ടുണ്ട്. എത്രയുടെ ചോദ്യം എത്രയാ? നമ്മൾ 3.5 ചോദിക്കുന്നുണ്ട്. ഒരു റൗണ്ട് ആയിട്ട് ഒരു 3:30 ഫൈനൽ ചെയ്യാം. ഈ പറഞ്ഞ മാതിരി 5000 മേലെ മെയിൻ്റെനൻസ് വർക്ക്, ഓയിലും മറ്റല്ലാതെ മെയിൻ്റെനൻസ് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ബാക്കിയുള്ള പൈസ നമ്മൾ ചെയ്യും. 3:30 2013 VXi ഡിസയർ ആണ്. നല്ലൊരു നീറ്റ് വണ്ടി, പെട്രോൾ ആണ്. താല്പര്യം ഉണ്ടായിരിക്കെങ്കിലും എന്തായാലും വിളിച്ചോളൂ. നമ്മൾ റിഡ്സിനെ കൊണ്ടുപോകുന്ന പോലെ തന്നെ ആ മൈലേജ് ഒക്കെ ഏകദേശം മൈലേജ് ഒക്കെ കംഫർട്ട് ഉണ്ടാവും. ഓക്കെ, അടുത്തതാ സ്വിഫ്റ്റ്. ഇപ്പോഴത്തെ ഷേപ്പിന്റെ തൊട്ട് മുന്നത്തെ ഷേപ്പ് 4 സിലിണ്ടർ എഞ്ചിൻ വരുന്ന വാഹനം, KL4 ആലപ്പുഴ വണ്ടി, അതും ഡീസൽ വേരിയന്റ്. ഡീസൽ ഏതാ മോഡല്? 2018 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന 1.25 കറക്റ്റ് സർവീസ് പോയിട്ടുള്ള കമ്പനി വണ്ടി. 1,25,000. അത് 18 സംബന്ധിച്ചൊക്കെ ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മൈലേജുള്ള വണ്ടികളായതുകൊണ്ട് 2018 മോഡൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി. 1.20 പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി. റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത നീറ്റ് വണ്ടി. ഓക്കെ, അപ്പോൾ സിംഗിൾ ഓണർ തന്നെ, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഇതും മൈലേജിന്റെ കിങ് ആണ്. കമ്പനി നമുക്ക് ഏകദേശം 28 മൈലേജ് തരുന്നുണ്ടെങ്കിൽ 24 എന്തായാലും നമുക്ക് കൺഫേം ആക്കിയിട്ട് പറയാം. അതെ, ഓക്കെ. എത്രയുണ്ട് ചോദ്യം? എത്രയാ? നമുക്കിത് ഒരു 5.5 ലക്ഷത്തിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 5,50,000 രൂപയ്ക്ക് 2018 VDI മിഡിൽ ഓപ്ഷൻ ഡീസൽ സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, പ്രോപ്പർ സർവീസ് പോയ വണ്ടിയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടോ വിളിച്ചോ. അത് ഫൈനലാണ് അല്ലേ? റേറ്റ് ഏകദേശം നമ്മൾ കസ്റ്റമർ ഒന്ന് ചെറിയൊരു മാറ്റങ്ങൾ എന്തായാലും ചെയ്യേണ്ടി വരും. ചെറിയ വിട്ടുകൊണ്ട് വേണ്ടേ. ലോണേ ഒരു 5 ലക്ഷം വരെ കിട്ടും. 5 ലക്ഷം അബോ എന്തായാലും കയറ്റി കൊടുക്കാം. വാല്യൂഷൻ വരുന്നുണ്ട്, ഡീസലായിട്ട് വാല്യൂഷൻ വരുന്നുണ്ട്. അടുത്തതാ നമ്മൾ ഓട്ടോമാറ്റിക്കിലേക്ക് കയറിയിരിക്കുകയാണ്. സെലേറിയോ KL5 കോട്ടയം വണ്ടി. കൂടുതൽ ആലപ്പുഴ, കോട്ടയം, ചങ്ങനാശ്ശേരി, മറ്റേ തൃശ്ശൂര്. അതെ, അങ്ങോട്ടല്ലേ നമ്മുടെ ഡീലേഴ്സ് മൊത്തം അവിടെയാണ് നമുക്ക് തരുന്ന സപ്ലൈസ്. അപ്പൊ ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 വണ്ടി, 17 സെപ്റ്റംബർ മാസം വരുന്ന VXi വരുന്ന ഓട്ടോമാറ്റിക് വണ്ടി. മിഡിൽ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വാഹനമാണ്. AC പോസ്റ്റർ, പോളോ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ അടക്കം വരും അല്ലേ? എയർ ബാഗ് ഉണ്ടാവും തോന്നുന്നുണ്ട്. 2 എയർ ബാഗ് ഉണ്ട്. 2 എയർ ബാഗ് വരും. അതായത് മൈലേജ് ഒരു 14-17 റേഞ്ച് കിട്ടും. കാരണം വെച്ചാൽ 1 ലിറ്റർ AMT ഗിയർ ബോക്സ് ആണ് വരിക. അത് നമ്മളിത് ഓട്ടോമാറ്റിക്കലി നമ്മളായിട്ട് ഫസ്റ്റ് ഉപയോഗിക്കുന്ന ആൾക്ക് മാനുവൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതെ, തീർച്ചയായും. അതെ, അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഓട്ടോമാറ്റിക് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണിത്. ഓക്കെ. അപ്പോൾ എത്രയാ ഓണർഷിപ്പ്? 1,10,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. നമ്മളത് മാക്സിമം സെക്കൻഡ് സിംഗിൾ, അതിന്റെ അപ്പുറം ഓണർഷിപ്പ് നമ്മൾ പൊതുവെ പർച്ചേസ് ചെയ്യുന്നില്ല. പ്രോപ്പർ സർവീസ്. നമ്മൾ പറഞ്ഞ മാതിരി ഡിസൈറിന് പറഞ്ഞ മാതിരി 5000 മേലെ മെയിൻ്റെനൻസ് വർക്കായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ 5000 മേലെ മെയിൻ്റെനൻസ് വർക്കിന്റെ ക്യാഷ് നമ്മൾ കൊടുക്കും. അത് നമ്മൾ ഗ്യാരണ്ടി വെച്ച് കൊടുക്കാം. പ്രോപ്പർ സർവീസ് ആണ് AMT. അപ്പോൾ എത്രയിൻ്റെ ചോദ്യം? എത്രയാണ്? നമുക്കൊരു നെറ്റ് പ്രൈസ് ആയിട്ട് 3.75 നെറ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കാം. 3,75,000 രൂപയ്ക്ക് 2017 VXi ഓട്ടോമാറ്റിക് സെലേറിയോ. നല്ലൊരു ക്ലീൻ പീസ് വാഹനം, ഒരു ക്ലെയിമും ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പ്, പ്രോപ്പർ സർവീസ് പോയ വണ്ടി. പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി. ഓക്കെ. അപ്പോൾ താല്പര്യം വിളിച്ചാൽ ഒരു 3-3.5 ലോൺ വരുമോ? ഗ്യാരണ്ടിയാണ്. നിലവിൽ IDV കുറവാണ്. നമുക്ക് പുതിയ ഇൻഷുറൻസ് നിലവിൽ IDV വെച്ചോ ഒരു 3 to 3.5 വരെ നമുക്ക് മാക്സിമം അറേഞ്ച് ചെയ്യാം. ചിലപ്പോൾ 3.25 കിട്ടും പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ. അടുത്ത പഴയ ഷേപ്പ് സ്വിഫ്റ്റ് KL30 രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 വണ്ടി. 16 ZA പ്ലസ് നാട്ടുകാർ പറഞ്ഞ ZA പുഷ്പട്ടം വരുന്നുണ്ട്. 2016 വണ്ടി, ZA വണ്ടി, പുഷ്പട്ടം കാര്യങ്ങളൊക്കെ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഡീസൽ വേരിയന്റ്. ഏറ്റവും ടോപ്പിന്റെ ഡീസൽ വണ്ടിയാണ്. 16 ഇതും കിലോമീറ്റർ 1 ലാഖിന്റെ വില. 1 ലാഖ് അപ്പോൾ ഡീസൽ വണ്ടികളായതുകൊണ്ട് 1.30 ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടികളാണ്ട് കിലോമീറ്റർ ഉണ്ടാവും. പിന്നെ 16 ആണ്. 2026 ആയിട്ടുണ്ട്. അതെ, 13 വർഷമായി വണ്ടി. അതെ, ഏകദേശം. ഓക്കെ. ക്ലെയിമും കാര്യം എന്തെങ്കിലും? മേജർ ആക്സിഡന്റ് ക്ലെയിമില്ല. ബോണ്ട് റീപ്ലേസ് ഉണ്ട്. ബോണ്ട് മാത്രം? അതെ, ക്രോസ് പാനലോ മെയിൻ ഗ്ലാസോ ഒന്നും മാറിയിട്ടില്ല. ഓക്കെ. എത്ര ചോദ്യം? എത്ര? നമുക്കിതൊരു 4.60 നെറ്റ് പ്രൈസോട് കൂടി ചെറിയ മാറ്റം 4 ലക്ഷത്തിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 4.5 ലക്ഷം രൂപയ്ക്ക് 2016 ZDI പുഷ്പട്ടടക്കം വരുന്ന ഈ ഒരു സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 4 ലക്ഷം വരെ ലോൺ കിട്ടും. 4.5 ചിലപ്പോൾ കിട്ടിക്കോളും. ഫുൾ ലോൺ പുഷ്പട്ടം കാര്യങ്ങൾ വരുന്നതുകൊണ്ട് വാല്യൂഷൻ കൂടുതൽ. ഡീസലാണ് 2016. ഓക്കെ. അടുത്ത വണ്ടിയിലാണ് വർണ്ണ KL23 രജിസ്ട്രേഷൻ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 വണ്ടി, SX ഓപ്ഷൻ വണ്ടി, 6 എയർ ബാഗ്, പുഷ്പട്ടം കാര്യങ്ങളൊക്കെ വരുന്ന പ്രൊജക്ട് ലാമ്പ്. ഏറ്റവും ടോപ്പ് അന്ന് ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പ് എൻ്റെ. നല്ല പവർ, നല്ല മെയിൻ്റെനൻസ്, അല്ല നല്ല മൈലേജ്. ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു. വണ്ടി പേര് മാറാതെ എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളെ പേരോട്ട് മാറിയിട്ടുണ്ട്. ജസ്റ്റ് യൂസിങ് സിംഗിൾ RC സെക്കൻഡ്. ഓക്കെ.
അപ്പോൾ ടയർ ഭാഗമൊക്കെ ടയർ ഭാഗങ്ങളുണ്ട്. ഇൻഷുറൻസ് നമുക്ക് നിലവിൽ കെട്ടണം തോന്നുന്നുണ്ടെങ്കിൽ നോക്കി ചെയ്യാം. ക്ലിയർ ആക്കി കൊടുക്കാം. ക്ലിയർ ആക്കി കൊടുക്കാം. 2016 SX ഓപ്ഷനിൽ ഡീസൽ വർണ്ണയാണ്. മൈലേജ് ഒരു 18-19 റേഞ്ച്, 1.6 റേഞ്ച് ആണ്. അപ്പൊ നല്ല പവർ ആയിരിക്കും. ഇപ്പത്തെ നമ്മളെ ഹൈവേയിൽ കിട്ടിക്കഴിഞ്ഞാൽ ക്യാമറ വെച്ചാൽ ബാക്കി അടിച്ചു പോവാം. അതെ, അത്രയും സ്റ്റെബിലിറ്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഇതിന്റെ കിലോമീറ്റർ 1.5 ലക്ഷം ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഓക്കെ, നിലവിലെ എല്ലാം കമ്പനി സർവീസ്. ഇനി ഏകദേശം ഒരു 5000 കിലോമീറ്റർ കഴിഞ്ഞിട്ടും ഓയിലും കാര്യങ്ങളും ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, എത്ര ചോദ്യം എത്രയാ? ഇത് നമുക്കൊരു 5.25 ലക്ഷത്തിന് ഏകദേശം ഫൈനലാക്കി കൊടുക്കാം. ഓക്കെ, 5,75,000 രൂപയ്ക്ക് 2016 SX ഓപ്ഷൻ ഡീസൽ വർണ്ണ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓൺഷിപ്പാ? സിംഗിൾ യൂസിങ് സെക്കൻഡ് RC. ഞങ്ങളുടെ പേരോട്ട് മാറിയോണ്ട് സെക്കൻഡ് RC വന്നിട്ടുണ്ട്. അടുത്തത് മാരുതി സുസുക്കി സിയാസ് സെഡാൻ കാറ്റഗറിയാണ്. ZDI ഡീസൽ ഫുൾ ഓപ്ഷൻ. ഓക്കെ, KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2014 വണ്ടി, സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന കറക്റ്റ് സർവീസ് കമ്പനി പോയിട്ടുള്ള 1.25 കറക്റ്റ് സർവീസ് കമ്പനി പോയിട്ടുള്ള 14 മോഡലാണ്. 14 മോഡൽ. ഓക്കെ, അതെ. ഈ ZDI ആയതുകൊണ്ട് തന്നെ പുഷ് ബട്ടൺ, മിറർ ഫോൾഡിംഗ്, റിവേഴ്സ് ക്യാമറ, സ്റ്റിയറിംഗ് കൺട്രോൾ, ഡിഫോഗർ, അലോയ്സ്, പ്രൊജക്ട്, എല്ലാ ഓപ്ഷൻസും. ഓക്കെ, പിന്നെ നല്ല ചെറിയ റെഡ് കളറും. ടയർ ഒരു ആവറേജ് ആണ്. ആവറേജ്. ക്ലൈം എന്ന് പറയാൻ പറ്റും ഒറ്റ ഹെഡ്ലൈറ്റ്, വേറെ കാര്യങ്ങളൊന്നും മാറിയില്ല. ഏതാ, ലെഫ്റ്റാ റൈറ്റാ? ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ഒറ്റ ഹെഡ്ലൈറ്റ് മാത്രമേ ഇതിന് ക്ലെയിം എന്നുള്ളൂ. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. 14 വണ്ടി ആയിട്ടും. ഓക്കെ, 1.25 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർ. ഓക്കെ, എത്ര ചോദ്യം? നമുക്കിതൊരു 4.65 നെറ്റ് പ്രൈസ് ആക്കി കൊടുക്കാം. 4,65,000 രൂപയ്ക്ക് 2014 1.25 ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ZDI ഡീസൽ. ഒരു 17-18 റേഞ്ച് മൈലേജ് കിട്ടും. അത്യാവശ്യം 20 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. മൈലേജ് കിട്ടും. മാരുതിയാണ് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ നല്ല മൈലേജ് ഉള്ളൊരു സെഡാൻ കാറ്റഗറി, നല്ല വലുപ്പമുള്ള ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. നല്ല ലെഗ് സ്പേസ് ഉണ്ടാവും. നല്ല ലെഗ് സ്പേസ്. തീർച്ചയായും. ലോൺ നമുക്ക് 4 ലക്ഷം എന്തായാലും കയറ്റി കൊടുക്കാം. 4 നമുക്ക് മാക്സിമം ചെയ്യാം. അടുത്തത് ഡീസലിന്റെ, അതായത് മൈലേജിന്റെ രാജാവ് ഡീസൽ സിറ്റിയാണ്. ഹോണ്ട സിറ്റി KL 2 കൊല്ലം വണ്ടിയാണ്. ഇതെങ്ങനെയാ? ഇത് 2015 വണ്ടി, VX സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ടോപ്പ് എൻഡ് സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടി. 15 ടോപ്പ് എൻഡാണ് VX. അതിനുശേഷം പിന്നെ ZX വന്നത്. ZX വരുന്നത് നിങ്ങൾക്ക് 18-17 ലാസ്റ്റ് ന്യൂ ഷേപ്പ് വരുന്ന ടൈം. അതെ, ന്യൂ ഷേപ്പ് വരുന്ന ടൈമില് ഇതാകുമ്പോൾ തന്നെ സ്റ്റിയറിംഗ് കൺട്രോള്, അലോയ്സ്, മിറർ ഫോൾഡിങ്, ഡിഫോഗർ, മൊട്ടമാടി, സൺറൂഫ് അടക്കം വരുന്ന എല്ലാ കാര്യങ്ങളുള്ള വണ്ടി എല്ലാം വരുന്നുണ്ട്. 2015 ഒരു 20-25 വരെ മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത്യാവശ്യം മൈലേജും ഉണ്ട്. അമേസിങ്ങിനൊക്കെ നല്ല മൈലേജ് ആണ്. എത്ര ഇപ്പൊ ചോദിക്കുന്നത്? നമുക്കിതൊരു 5.35 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 15 VX ആണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. 5,35,000 ഡീസൽ ഫുൾ ഓപ്ഷൻ സിറ്റി. പ്രൈസ് എന്തെങ്കിലും മാറ്റം വരുത്താമല്ലോ? ഫൈനലാണ്. നമുക്ക് കസ്റ്റമർ വന്ന് ഒരു 4.5 ലക്ഷത്തിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 5.25 ലക്ഷം. ഓക്കെ, അടുത്തത് ഹോണ്ടയുടെ അമേസ് ആണ്. S ഓപ്ഷനാണ്, മിഡിൽ ഓപ്ഷൻ, പെട്രോൾ വണ്ടി. KL 5 കോട്ടയം. ഇത്രയും ഇല്ലാന്ന് മനസ്സിലാണ്ട് ക്ലാസ്സിൽ നമ്പർ കാണുന്നില്ല. എത്രയാ, ഏതാ മോഡല്? ഇത് 2020 വണ്ടി, 21 രജിസ്റ്റർ വരുന്ന S വേരിയന്റ്, പെട്രോൾ വേരിയന്റ്. ഓക്കെ, അതെ. സിംഗിൾ ഓണർഷിപ്പിലാണ്. മിഡിൽ ഓപ്ഷൻ വണ്ടി, സ്റ്റിയറിംഗ് കൺട്രോൾസ്, പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ്, മിറർ ഫോൾഡിംഗ് എല്ലാം വരും. ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. അലോയ്സ് ഉണ്ടാവില്ല. അതാണ് ടോപ്പിലേക്ക് പോകുമ്പോൾ എയർ ബാഗ് എല്ലാം വരുക. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? മേജർ ക്ലെയിമുകളൊന്നുമില്ല. ഈ വണ്ടി എടുത്തിട്ട് കസ്റ്റമർ ഓടിക്കുമ്പോൾ ഒരു 2000-ന് മേലെ, 5000 പറഞ്ഞില്ല, 2000-ന് മേലെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അല്ല, ഇതിന് വർക്ക് ഉണ്ടാവില്ല. ഉണ്ടാവില്ല. നിലവില് 2000-ന് മേലെ എന്തെങ്കിലും ഒരു വർക്ക്, ഈ ഓയിലും അലൈൻമെന്റ് ഫിൽറ്ററും അല്ല കേട്ടോ, മേജർ വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും 2000-ന് മേലെ. അതിപ്പോ എന്റെ വണ്ടി എടുത്തിട്ട് 2000-ന് മേലെ ഞാൻ ചലഞ്ച് ചെയ്യാം. അല്ല, എന്റെ വണ്ടിയെ കൊണ്ട് ഞാൻ ചലഞ്ച് ചെയ്യാം. 2000-ന് മേലെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ആ 2000-ന് മേലെ ക്യാഷ് നമുക്ക്. അതാണ് അമേസിന്റെ പെട്രോളിന്റെ ഹോണ്ടയുടെ പ്രശ്നം. അമേസിന്റെ അല്ല, ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിന്റെ ഏറ്റവും വലിയ ധൈര്യം. മെയിൻ്റെനൻസ് കുറവ്, വളരെ കുറവായിരിക്കും. പിന്നെ ഓട്ടോ എത്ര പോയത്? ഓട്ടോ 1 ലക്ഷം കിലോമീറ്റർ ഓടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി, കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. 1 lakh അല്ല. ഓക്കെ, 20 മോഡൽ, 21 രജിസ്ട്രേഷൻ വണ്ടിയാണ്. എത്ര ചോദ്യത്തിന്റെ? നമുക്കിത് ചോദിക്കണ ഒരു 5 ലക്ഷമാണ്. നമുക്കൊരു 5.35-ന് ഫൈനൽ ചെയ്യാം. 2020 ഷിഫ്റ്റിന്റെ റേഞ്ച് കൂടി ആവണില്ല. 20 മോഡൽ, 21 രജിസ്ട്രേഷൻ. S ആണ് ഓപ്ഷൻ. ഇത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇത് BS6 ആണോ വണ്ടി വരിക? BS6 ആണ്. അപ്പോൾ വലിയ എന്താ പറയാ, മെയിൻ്റെനൻസ് ഇല്ലാണ്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടി. ഓക്കെ, ലോണ് 4.5 കയറും. 5 കയറ്റി കൊടുക്കാം. 5 കയറി, കാരണം മോഡൽ ഉണ്ടല്ലോ, 20 രജിസ്റ്റർ വരുന്നുണ്ടല്ലോ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ബലേനോ KL 2 വണ്ടിയാണ്. ഇത് കൊല്ലം രജിസ്ട്രേഷൻ. ഇത് ഫുൾ ഓപ്ഷനാ? ഫുള്ളല്ല, ഫുള്ള് നേരത്തെ ജീറ്റ അല്ലേ? ജീറ്റ. അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുഷ്പട്ടം വരുമോ? പുഷ്പട്ടം വരുന്നില്ല. അന്ന് വരില്ല.
ഓക്കെ, ഏതാ മോഡൽ? ഇത് 2016 വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് 16 CVT ആയിരിക്കും ഗിയർ ബോക്സ്. ഓക്കെ, അന്നത്തെ ഗിയർ ബോക്സ് CVT ആണ്. ഒരു നല്ലൊരു പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ചെറുവണ്ടി. അതെ, ഒരു ലാഗോ വിഷയങ്ങളോ ഒന്നും ഉണ്ടാവില്ല. CVT ഗിയർ ബോക്സ് ആണ്, ഒരു ലാഗ് ഉണ്ടാവില്ല. ക്ലെയിമോ കാര്യങ്ങളോ മേജർ ക്ലെയിമുകളൊന്നുമില്ല. മൈലേജ് പറയുകയാണെങ്കിൽ ഒരു 15 14 അത് നമ്മൾ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു 11 to 15 വരെ മാക്സിമം. എനിക്ക് 15 വരെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ മീറ്ററിൽ കാണിച്ചാലല്ല ഞാൻ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ദൂരമുള്ളതുകൊണ്ട് അത്യാവശ്യം മൈലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര ഇതിന്റെ ചോദ്യം എത്ര? നമുക്കിതൊരു 465 ഫൈനൽ ചെയ്യാം. 4,65,000 രൂപയ്ക്ക് 2016 CVT ഓട്ടോമാറ്റിക് സീറ്റ ഓപ്ഷൻ വരുന്ന ഈ ഒരു ബലേനോ. ഇതും പറഞ്ഞ മാതിരി ഒരു 5000-ന് മേലെ വേണ്ട, 2000-ന് മേലെ വർക്ക് ഉണ്ടെങ്കിൽ ആ ക്യാഷ് ഞാൻ കൊടുക്കും. അതാണ് ഗ്യാരണ്ടി. അപ്പോ വേറൊരു പണിയില്ല, ഓയിലും മറ്റില്ലാതെ മേലെ 2000-ന് മേലെ വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓണർഷിപ്പ് സിംഗിൾ ഓണർ കിടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വിളിക്കാം. വേറെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് MT ഓട്ടോസിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് നമ്പർ ഇവരുടെ. അപ്പോൾ അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്താൻ വിട്ടുവരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.